ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 4 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. കൈ വെച്ച് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1 മണിക്കൂർ അനക്കാതെ ഇത് അങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് വെള്ളം മാത്രമായിട്ട് മേലെ പൊങ്ങിയിട്ടുണ്ട്. ഗോതമ്പൊടി അങ്ങനെ ബാക്കിയുണ്ട്. അപ്പോൾ ആ വെള്ളം മാത്രം നമ്മൾ കലങ്ങാത്ത രീതിയിൽ ഒന്ന് ഒഴിച്ച് കളയുക. കലങ്ങി പോകരുത്, അനക്കാതെ വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും, കുറച്ച് ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1/2 കപ്പ് കോൺഫ്ലോർ വേണം. അപ്പോൾ ആ കോൺഫ്ലോർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കറാച്ചി ബർഫിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, കാരണം ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. നമ്മുടെ ഹൽവ പോലെയേ അല്ല. അപ്പോൾ എന്തായാലും മധുരമൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഗോതമ്പിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള ആ വെള്ളം അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് കളർ കിട്ടാനായിട്ട് ഒരു 3 ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്തിട്ടുണ്ട്. കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കളർ ചേർക്കാത്തതാണ് നല്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് വെന്ത് വരാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ തന്നെ ഇതൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നല്ല പോലെ കട്ട പിടിക്കും. ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാണ് വേണ്ടത്. അത്ര നേരം നമ്മളിത് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. കട്ടയൊക്കെ ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. സൈഡിലൊക്കെ പറ്റി പിടിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് അത്രയേ വേണ്ടുള്ളൂ, കൂടുതൽ വേണ്ട. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന കറക്റ്റ് ആ ഒരു പരുവായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ശരിക്കും ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്ത എള്ള് ചേർത്തിട്ടുണ്ട്, കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവും, കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റും കിട്ടും നമുക്ക്. അപ്പോൾ ഇനി ഞാൻ ഇത്രയും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ ഏകദേശം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏകദേശം ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കുക. പിന്നെ നട്ട്സ് അതുപോലെ തന്നെ വെളുത്ത എള്ള് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ശരിയാക്കുക. എന്നാലേ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് എന്താ വേണ്ടത് വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നട്ട്സും അതുപോലെ തന്നെ കുറച്ച് എള്ളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് ഒരു 1-2 മണിക്കൂർ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണ്ട. അപ്പോൾ ഞാനിത് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിടുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാൻ കിട്ടും. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് ഇതൊരു എന്തെങ്കിലും ഒന്നിലേക്കൊന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഹൽവ അതുപോലെ തന്നെ ഇതൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെപ്പോലെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. ഇവിടെ ഹസ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ കഴിക്കാനായിട്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ കറാച്ചിയിലുള്ളൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബർഫിയാണ്. നമ്മുടെ ഹലുവ പോലെയാണ് കാണാനിരിക്കണേന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ളവർ വെച്ചാൽ കർണാടകയിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ മിക്കവാറും അറിയാമായിരിക്കും ഇതെന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.